സഹായിക്കുകയും ദൈവസന്നിധി നമുക്കൊന്നിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള അല്പസമയത്തെ ചിന്തനത്തിനായിട്ട് ഒരു കുറിവാക്യം പ്രാരംഭത്തിൽ വായിച്ചിട്ട് ചില വാക്യങ്ങൾ നമുക്ക് ഒന്നിച്ച് ചേർന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വാക്യം. Isaiah chapter 40 verse 31. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ. ഇന്ന് ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പ്രധാനമായി സംസാരിക്കുന്ന ഒരു വിഷയം കാത്തിരിക്കുക, യഹോവയ്ക്കായി കാത്തിരിക്കുക, അല്ലെങ്കിൽ അതിനെക്കാട്ടിലുപരിയായി ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ദൈവമുമ്പാകെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാത്തിരിപ്പുകൾ, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ ദൈവം പല കാര്യങ്ങളും നമ്മളെ ഹോൾഡ് ചെയ്യിക്കുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയുന്ന, കാത്തിരിക്കാൻ പറയുന്ന അനുഭവങ്ങളെക്കുറിച്ച് ഈ പകൽക്കാലം നിങ്ങളോട് സംസാരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് കുറിവാക്യമായി ഞാനിവിടെ വായിച്ച വേദഭാഗത്ത് നാം ഇങ്ങനെയാണ് വായിച്ചത്: എങ്കിലും യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അതിനൊരു എക്സാമ്പിൾ എന്ന നിലയിൽ ദൈവാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഈ കഴുകൻ്റെ പ്രത്യേകത നമുക്കറിയാം. കഴുകൻ വളരെ ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ്. മാത്രവുമല്ല, വളരെ ഉയരത്തിൽ കൂടുകെട്ടുന്ന ഒരു പക്ഷിയും കൂടിയാണ് കഴുകൻ. പ്രത്യേകിച്ച് വലിയ പാറ ഇടുക്കുകളിലും ഉയരമുള്ള മരത്തിൻ്റെ കൊമ്പിൻ്റെ മുകളിലും ഒക്കെ കൂട് കെട്ടി പാർക്കുന്ന ഒരു പക്ഷിയാണ് കഴുകൻ. മാത്രവുമല്ല, വളരെ ആരോഗ്യമുള്ള, വളരെ ബലമുള്ള ഒരു പക്ഷിയാണ്. വേണമെങ്കിൽ ഒരു ചെറിയ ആട്ടിൻകുട്ടിയെയോ ഒരു മുയലിനെയോ ഇതിനെയൊക്കെ തൂക്കിയെടുത്തുകൊണ്ട് പോകാനുള്ള, അതിനെ പൊക്കിയെടുത്തുകൊണ്ട് പോകാനുള്ള ബലം ഈ കഴുകൻ പക്ഷികൾക്ക് ഉണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് വൾച്ചർ. So it is like a very strong birds. Among the strong birds we could consider vulture as one of the strong birds. അപ്പോൾ ഈ കഴുകൻ്റെ ജീവിതത്തിൽ ഈ ശക്തിയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ആ കഴുകൻ്റെ ജീവിതത്തിൽ there would be a time of holding pattern, maybe a time of holding that is for rejuvenating its strength. ആ കഴുകൻ്റെ ശക്തിയെ പുതുക്കാനുള്ള ഒരു സമയത്തിന് വേണ്ടി ഈ കഴുകൻ എന്ത് ചെയ്യും? അല്പസമയത്തിന് വേണ്ടി താനൊന്ന് കാത്തിരിക്കും. ഈ കാത്തിരിക്കുന്നത് ഇറ്റ്സ് എ വെരി പെയിൻഫുൾ ടൈം ഫോർ എ വൾച്ചർ. അല്ലെങ്കിൽ ഈ കഴുകന് കാത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള സമയമാണ്. ബിക്കോസ് ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ കഴുകൻ്റെ ദേഹത്ത് നിന്ന് തൻ്റെ തുവലുകളെല്ലാം പൊഴിഞ്ഞു പോകും. So the vulture may not be able to fly up on highs. ഉയരങ്ങളിലേക്ക് പറക്കാനായിട്ട് ഈ കഴുകന് കഴിയാതിരിക്കുന്ന ഒരു സമയമുണ്ട്. കാരണം ചിറകുകളെല്ലാം പൊഴിഞ്ഞിരിക്കുകയാണ്. ചിറകുകൾ പൊഴിഞ്ഞിരുന്നു കഴിഞ്ഞാൽ പറക്കാൻ കഴിയാത്ത ഒരു വൾച്ചറിന് എന്താ സംഭവിക്കുന്നത്? അതിന് ആഹാരം കിട്ടത്തില്ല. അത് പറന്ന് എവിടെയെങ്കിലൊക്കെ ചെന്നെങ്കിലേ ആഹാരം കിട്ടത്തുള്ളൂ. ആരും അതിന് ആഹാരം കൊണ്ട് കൊടുക്കത്തില്ല. അങ്ങനെ ചില ദിവസങ്ങൾ ഉപവാസത്തോടെയും അല്ലെങ്കിൽ ഒന്നും കഴിക്കാതെ, ഒന്നും സഞ്ചരിക്കാൻ കഴിയാതെ തൂവലുകളൊക്കെ പൊഴിഞ്ഞ് ക്ഷയിച്ചു പോകുന്ന ഒരു സമയം ഈ കഴുകനുണ്ട്. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പയ്യെ പുതിയ ചിറകുകൾ ഈ കഴുകന് മുളച്ചു വരികയും പഴയതിനെക്കാട്ടിൽ ശോഭയുള്ള, പഴയതിനെക്കാട്ടിലും ശക്തിയുള്ള ചിറകുകൾ, അതിൻ്റെ ചിറകുകളൊക്കെ മുളച്ചു വന്നിട്ട് ഈ കഴുകൻ ചില ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം തൻ്റെ ചിറകുകളൊക്കെ പൂർവാധികം ശക്തിയോടെ വിടർന്നു കഴിയുമ്പോൾ താൻ പിന്നീട് അവിടെ നിന്ന് ചിറകടിച്ച് പറന്നു പോകുന്ന ഒരു പോക്കുണ്ട്. ആ പോക്കിൽ താൻ തനിക്ക് വേണ്ടിയുള്ള ആഹാരം സംഹരിച്ച് ദിവസങ്ങളുള്ള ആഹാരം കഴിക്കാതിരിക്കുന്നതിൻ്റെ ക്ഷീണമെല്ലാം അകറ്റിക്കൊണ്ട് പുതിയ ചിറകുകളുമായിട്ട് പറന്ന് ഉയരും.
എന്നാൽ കഴുകനോട് ചോദിച്ചാൽ കഴുകൻ പറയും, ഐ ഹാഡ് എ ടൈം ഓഫ് ഹോൾഡിങ് ഇൻ മൈ ലൈഫ് ടു പ്രിപ്പയർ മൈസെൽഫ്. എന്നെ തന്നെ ഒന്ന് ഒരുക്കിയെടുക്കാനായി, ഒരു പുതിയ ശക്തി പ്രാപിക്കാനായി ഞാൻ കാത്തിരിക്കേണ്ടി വന്നു. ഐ ഹാഡ് ടു വെയിറ്റ് ഫോർ സം ടൈം ടു റിജുവിനേറ്റ് മൈ സ്ട്രെങ്ത്. ഇന്ന് ഈ പകൽക്കാലവും ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഓൺലൈൻ മീറ്റിംഗിൽ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ദൈവം നമ്മളോടും ചില സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ കാത്തിരിക്കാൻ ആവശ്യപ്പെടാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 2 തരത്തിലുള്ള കാത്തിരിപ്പുകൾ ഉണ്ടാകും. 2 തരത്തിലുള്ള കാത്തിരിപ്പ്. There would be two kinds of holding patterns for a person. One would be, ഒന്നാമത്തത്, it would be a legitimate ഹോൾഡിംഗ് പാറ്റേൺ. ദാറ്റ് മീൻസ് അത് നിയമാനുസൃതമായി ദൈവം അനുവദിച്ച ഒരു കാത്തിരിപ്പുണ്ട്. അതർ വൺ ഈസ് എൻ അൺലെജിറ്റിമേറ്റ് ഹോൾഡിംഗ് പാറ്റേൺ. അതായത് ദൈവാനുസൃതമല്ലാത്ത, ദൈവഹിതമല്ലാത്ത, ദൈവിക വ്യവസ്ഥയ്ക്ക് കീഴിലില്ലാത്ത ഒരു കാത്തിരിപ്പ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവം ഒരു പക്ഷേ നമ്മളെ 2 നിലകളിൽ കാത്തിരിപ്പിക്കും. ഒന്ന്, ദാറ്റ് വൺ കൈൻഡ് ഓഫ് ഹോൾഡിംഗ് ഈസ് അണ്ടർ എ ലെജിറ്റിമേറ്റ് പാറ്റേൺ. അത് ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തുള്ളൊരു കാത്തിരിപ്പുണ്ട്. എന്നാൽ ചിലതുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഭാഗമായി, ദൈവിക ശിക്ഷയുടെ ഭാഗമായി, ദൈവിക കോപത്തിൻ്റെ ഭാഗമായി നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടും വരും. പ്രൈസ് ദി ലോർഡ്. 2 തരത്തിലുള്ള കാത്തിരിപ്പുകളെ ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് പ്രസ്താവിച്ചിട്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തത്, എ കൈൻഡ് ഓഫ് ഹോൾഡിംഗ് പാറ്റേൺസ് വിച്ച് ഗോഡ് ഈസ് അലൗവിങ്. ദൈവത്തിൻ്റെ കർമ്മ പദ്ധതിയിലുള്ള ചില കാത്തിരിപ്പുകളെ കുറിച്ച് ഞാൻ ചില ഉദാഹരണങ്ങളൊന്ന് പറയാം. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, ദ കൈൻഡ് ഓഫ് ഹോൾഡിംഗ് പാറ്റേൺ ഇറ്റ് വുഡ് ബി ഫോർ അവർ പ്രിപ്പറേഷൻ. നമ്മെ ദൈവം ഒരുക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് ഉണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ചില പദ്ധതികൾ നമ്മളിലൂടെ നിവർത്തിച്ച് കാണാനായി ദൈവം നമ്മളോട് പ്രൈസ് ദി ലോർഡ് കാത്തിരിക്കാനായിട്ട് ആവശ്യപ്പെടാം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പഴയ നിയമത്തിലെ മോശ. പ്രൈസ് ദി ലോർഡ്. മോശയെക്കുറിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, തൻ്റെ 40-ാമത്തെ വയസ്സിൽ ദൈവം തന്നോട് അരുളി ചെയ്യുകയാണ്, നീ നിന്റെ ജനത്തെ വിടുവിക്കാനായിട്ട് പ്രൈസ് ദി ലോർഡ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഐ ഹാവ് ചൂസൻ യു ടു റിഡീം മൈ പീപ്പിൾ ഫ്രം ദെയർ ബോണ്ടേജസ്. അവരുടെ ജനത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ വീണ്ടെടുക്കാനായി മോശയെ ദൈവം തെരഞ്ഞെടുത്തു. ഇറ്റ് വാസ് ഓൺ ഇറ്റ്സ് 40th ഇയർ. തൻ്റെ 40-ാമത്തെ വർഷം, തൻ്റെ 40-ാമത്തെ വയസ്സിലാണ് അത് സംഭവിച്ചത്. എന്നാൽ മോശ അവിടെ നിന്ന് നേരെ മിദ്യാനിലേക്കാണ് പോയത്. ഈ മിദ്യാനിൽ പോയപ്പോൾ നീണ്ട 40 വർഷം മോശയ്ക്ക് ദൈവിക നിയോഗവും ദൈവിക പദ്ധതിക്കുമായി തനിക്ക് കാത്തിരിക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സമയം അത്രയും മോശ എന്ത് ചെയ്യുകയായിരുന്നു? ദൈവം എന്തിനാ അങ്ങനെ ഒരു വലിയൊരു ദൈർഘ്യം കാത്തിരിപ്പിന് വേണ്ടി കൊടുത്തത്? തന്നെ ഒരു നല്ല ഇടയനാക്കി, തന്നെ നല്ലൊരു നേതാവാക്കി ഒരുക്കിയെടുക്കാനായി ദൈവം തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പിശാച് പലപ്പോഴും നമ്മൾ നിഷ്ക്രിയരായിട്ടിരിക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കും. നമ്മളൊന്നും ചെയ്യാതെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴായിരിക്കാം മറ്റെന്തെങ്കിലും ഉദാസീനതയോ മറ്റെന്തെങ്കിലും കേസുകെട്ടുകളൊക്കെ വന്ന് നമ്മളെ പ്രാർത്ഥന നമ്മുടെ മുടങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ചിട്ടയായുള്ള ദൈവികമായൊരു ആത്മീയ അനുഭവം കാത്തു സൂക്ഷിക്കാനായിട്ട് നാം തീരുമാനം എടുക്കുമ്പോൾ പിശാച് നമ്മളെ ഐഡലാക്കാനായിട്ട്, നമ്മെ നിഷ്ക്രിയരാക്കാനായിട്ട് പിശാച് ശ്രമിക്കും. എന്നാൽ ഇവിടെ മോശ 40 വർഷം നിഷ്ക്രിയനാകാനായിട്ടല്ല ദൈവം തന്നെ വിളിച്ചത്, മറിച്ച് ദൈവം തന്നെ ഒരു വലിയ നിയോഗത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന് മനസ്സിലായി, മോശ ഒരു മിലിറ്റന്റ് ലീഡറായിട്ട് വന്നാൽ പ്രൈസ് ദി ലോർഡ് ഇസ്രായേൽ ജനത്തെ ഒന്നും ഈ മരുഭൂമിയിലൂടെ കൊണ്ടുവന്ന്
കനാൻ ദേശത്തിലേക്ക് അവരെ കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. മിലിറ്റന്റ് റീഡർ എന്ന് പറഞ്ഞാൽ ഒരു സൈനാധിപനെ പോലെ, ഒരു ഭരണകർത്താവിനെ പോലെ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് അനുസരിച്ചില്ലെങ്കിൽ വെട്ടി താഴെയിടുന്ന ഒരു ക്രൂരനായ ഭരണാധികാരിയെ പോലെ നിലനിന്നാൽ ഇസ്രായേൽ മക്കൾ ഒരാൾ പോലും എന്ത് ചെയ്യത്തില്ല, പ്രൈസ് ദി ലോർഡ്, കനാൻ ദേശം കാണുകയില്ല. കാരണം അവര് മോശയ്ക്ക് എന്തെങ്കിലും മോശയ്ക്ക് വിരോധമായി സംസാരിച്ചാൽ പല പ്രാവശ്യവും മരുഭൂമിയിൽ മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. ഒരു നല്ല ഭരണാധികാരിയായി ജീവിച്ചിരുന്ന മോശ ഇങ്ങനെയുള്ള തിക്തമായ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ തനിക്കെതിരെ ശബ്ദം ഉയർത്തുന്നവനെ എല്ലാം വെട്ടിക്കൊലപ്പെടുത്താനായിട്ട് അധികാരവും കഴിവുമുള്ള മോശ, എന്നാൽ കഴിഞ്ഞ 40 വർഷം ആടുകളെ മേയിച്ചുകൊണ്ട് മിദ്യാനിൽ പാർത്ത മോശയ്ക്ക് മനസ്സിലായി, എന്നെ ദൈവം ഒരുക്കുകയായിരുന്നു. ദേശത്തുടനീളം ഒരു ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി ദൈവം എന്നെ ഒരുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ചെങ്കടലിന്റെ മുമ്പിൽ വന്നപ്പോഴും മോശയ്ക്കെതിരെ ആളുകൾ പിറുപിറുത്തപ്പോൾ മോശ അതിനോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചത്. പല സന്ദർഭങ്ങളിലും മോശയ്ക്കെതിരെ ജനം തിരിഞ്ഞപ്പോഴും ഒരു ഇടയന്റെ വേദനയോടെ, ഒരു ഇടയന്റെ പരിപാലനത്തോടെ മോശ എല്ലാ ജനത്തെയും കൂട്ടി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടിടയായി. അപ്പോൾ മോശയ്ക്ക് മനസ്സിലായി, എന്നെ 40 വർഷം ഈ ദേശത്ത് മിദ്യാനിൽ ആട്ടിടയനായിട്ട്, യിത്രോവിന്റെ ആടുകളെ മേയ്ക്കാനായിട്ട് ദൈവം എന്നെ നിയോഗിച്ച ഈ കാത്തിരിപ്പ് വെറുതെ അല്ല, വലിയൊരു നിയോഗം എന്നിലൂടെ ചെയ്തെടുക്കാനായിട്ടാണ് ദൈവം എന്നെ ഈ ഒരു അനുഭവത്തിലൂടെ കൊണ്ടുപോയത്. സോ ദ ലെജിറ്റിമേറ്റ് ഹോൾഡിംഗ് പാറ്റേൺ വുഡ് ബി ഫോർ യുവർ പ്രിപ്പറേഷൻ. നമ്മെ ദൈവം ഒരുക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് വേണ്ടി ഒരുക്കാനായി ദൈവം നമ്മളോട് കാത്തിരിക്കാൻ പറയും. അതുപോലെ തന്നെയാണ് മോശയെ പോലെ തന്നെയാണ് പൗലോസ്. എനിക്ക് വളരെ 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 ഒരു സർപ്രൈസിങ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ് പൗലോസിൻ്റെ കാര്യം. കാരണം പൗലോസ് ന്യായപ്രമാണമെല്ലാം നന്നായി ഗ്രഹിച്ചവൻ, യഹൂദ പാരമ്പര്യം അറിയാവുന്നവൻ, യഹൂദ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പ്രൈസ് ദി ലോർഡ് കേട്ട് മനസ്സിലാക്കിയ ആള്. പ്രൈസ് ദി ലോർഡ്, കർത്താവ് തന്നെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച്, when God encountered Paul in the road or on the gates of Damascus, ദമാസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് ദൈവം തന്നോട് ഇടപെട്ടപ്പോൾ ദൈവം തന്നെ ഒരു പ്രത്യേകമായ പ്രിപ്പറേറ്ററി ടൈമിന് വേണ്ടി തന്നെ നിയോഗിച്ചു. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കണ്ട, കുറിച്ചു വെക്കുക. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അറബി ദേശത്ത് എന്ത് ചെയ്തു? ഈ പൗലോസിനെ ദൈവം കൊണ്ടാക്കി. ഏകദേശം വേദപണ്ഡിതാക്കളുടെ അഭിപ്രായത്തിൽ 3.5 വർഷത്തോളം പൗലോസിനെ ആർക്കും അറിയത്തില്ലായിരുന്നു. പൗലോസ് വാസ് പ്രിപ്പയറിംഗ് ഹിംസെൽഫ് ഫോർ ഗ്രേറ്റ് മിഷൻ. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പൗലോസിനെ ദൈവം എന്തിനാ അങ്ങനെ അത്രയും കാത്തിരിപ്പാനായിട്ട് വിട്ടുകൊടുത്തത്? കാരണം പൗലോസ് ഈസ് മറ്റ് ശിഷ്യന്മാരെ കാട്ടിൽ ഹീസ് വെൽ വേഴ്സ്ഡ് ഇൻ തിയോളജി, ഈസ് എ സ്കോളർ, ഹി നോസ് എവറിത്തിങ്, എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് പൗലോസ്. എന്നാൽ പൗലോസിനോട് ദൈവത്തിൻ്റെ നിയോഗത്തിന് വേണ്ടി 3.5 വർഷക്കാലം അറബി ദേശത്ത് ഹി വാസ് ഡെസ്റ്റൈൻഡ് ടു വെയിറ്റ്, ഒരുങ്ങാനായിട്ട്, പ്രിപ്പയർ ചെയ്യാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോഴാണ് നമ്മുടെയൊക്കെ സമൂഹത്തിൽ പ്രൈസ് ദി ലോർഡ് ഇന്ന് ദൈവത്തിൻ്റെ നിയോഗം എന്ന് പറഞ്ഞ് പലരും പൊടുന്നിനവേ എഴുന്നേറ്റ് വരികയും അടുത്ത ദിവസം തൊട്ട് അവർ വല്ല പ്രവാചകനും പാസ്റ്ററുമായിട്ട് രംഗപ്രവേശനം ചെയ്യുന്ന അനേക ആളുകളെ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ കേട്ടതുപോലെ, രാത്രി കിടന്നുറങ്ങും, പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പാസ്റ്ററായിട്ട് എഴുന്നേറ്റ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ സമൂഹത്തിലേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊക്കെ കാഴ്ചകൾ കാണുന്നത്. എന്നാൽ ദൈവം ഒരുവനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറക്കുന്നത് നീണ്ട സമയം തന്നെ പ്രിപ്പയർ ചെയ്തിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ഓർത്ത് എനിക്ക് സന്തോഷമുണ്ട്. ഞങ്ങളൊക്കെ വർഷങ്ങളോളം സെമിനാരിയിൽ കിടന്ന് പഠിച്ച്, പ്രൈസ് ദി ലോർഡ്, തിരുവചനമൊക്കെ പഠിച്ച്, അവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ പഠിച്ച്, ഡിസിപ്ലിൻഡായി ഞങ്ങളുടെ സ്വഭാവങ്ങളെയൊക്കെ ട്രിം ചെയ്ത്, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് ബൈബിൾ സ്കൂളിൽ സെമിനാരിയിൽ പഠിക്കാൻ പോയപ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത, ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് BSc ഫിസിക്സ് ഡിഗ്രിയൊക്കെ പാസ്സായിട്ട് ഞാൻ സെമിനാരി പഠിക്കാൻ പോകുമ്പോൾ ഞാൻ ഓർക്കുന്ന, അവിടെ ചെന്ന് ഞാൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോവുകയാണ്, വലിയ വലിയ
കാര്യങ്ങളൊക്കെ ബൈബിളൊക്കെ അരച്ച് കലക്കി പഠിക്കാൻ പോകുന്ന ഒരു സമയമാണ്. ഞാൻ വലിയ ഗമയായിട്ടാണ് സെമിനാരി ചെന്നത്. പ്രൈസ് ദി ലോർഡ്. സെമിനാരി ചെന്ന ആദ്യത്തെ ദിവസം രാത്രിയിൽ അവിടുത്തെ വാർഡൻ വന്ന് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവരെയും വിളിച്ചിട്ട് ഞങ്ങളുടെ മണക്കാലയിലുള്ള സെമിനാരിയുടെ ഏകദേശം ഒരു 6000 സ്ക്വയർ ഫീറ്റ് വീതിയുള്ള വലിയൊരു ലൈബ്രറി വരെയും പ്രൈസ് ദി ലോർഡ് തൂത്തുവാരി അവിടെ മൊത്തം ക്ലീൻ ചെയ്ത്, അവിടെ മൊത്തം മോപ്പ് ചെയ്ത് വെള്ളമൊഴിച്ച് കഴുകി ക്ലീൻ ചെയ്യാനുള്ള ജോലിയാണ് ആദ്യത്തെ ദിവസം സെമിനാരിയിലെ അധികാരികൾ എന്നെ ഏൽപ്പിച്ചത്. ഞാൻ വിചാരിച്ചു, ഇതെന്തോ ഇവിടെ വേറെ പണിക്കാരും ഇല്ലാഞ്ഞിട്ടാണോ ഇത് ഞങ്ങളെ ഏൽപ്പിച്ചേക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ നല്ല സ്വീകരണമാണ് സെമിനാരിയിൽ കിട്ടിയത്. അവിടുത്തെ മുഴുവൻ പണികളും ചെയ്യാനായിട്ട് നിയോഗിച്ചു. അടുത്ത ദിവസമാണ് അതിനെക്കാട്ടി രസകരമായ കാര്യം. പ്രൈസ് ദി ലോർഡ്, അവിടെയുള്ള ഹോസ്റ്റലിലെ എല്ലാ ബാത്റൂംസും എല്ലാ ടോയ്ലറ്റ്സും പ്രൈസ് ദി ലോർഡ് വളരെ ശോചനീയമായി കിടക്കുന്നതായ ആ ടോയ്ലറ്റുകളെല്ലാം കഴുകി വൃത്തിയാക്കി വെടിപ്പാക്കി അത് ക്ലീൻ ചെയ്യാനുള്ള ജോലി എന്നെയാണ് ഏൽപ്പിച്ചത്, ഞങ്ങളെയാണ് ഏൽപ്പിച്ചത്. ഞങ്ങളുടെ പല പ്രിയപ്പെട്ടവരും ഇതൊക്കെ കണ്ടിട്ട് അയ്യോ ഇതിനാണോ എന്നെ സെമിനാരി കൊണ്ടിട്ടെന്ന് പറഞ്ഞ് പലരും ഡ്രോപ്പ് ചെയ്ത് പോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എനിക്ക് മനസ്സിലായി പല കാര്യങ്ങൾക്കും പലതും ചെയ്യാനായിട്ടൊരു പരിശീലനമാണ് ഈ സെമിനാരികളിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ പലരോട് പറയാറുണ്ട്, ഈ സുവിശേഷ വേലയ്ക്കൊന്നും പോയില്ലേലും നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ 1 വർഷം സെമിനാരിയിലൊക്കെ ഒന്ന് വിട്ട് പല കാര്യങ്ങൾ അവരെ ട്രെയിൻ ചെയ്യിച്ച് ട്രിം ചെയ്ത് അവരെ ഒരു നല്ല ഡിസൈപ്പിളാക്കി പുറത്തിറക്കാനും, അങ്ങനെ പലരെയും അവരെ ഒരു ഫുൾ ടൈം മിനിസ്ട്രിക്കൊന്നും അല്ല പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും 1 വർഷമെങ്കിലും ആ സെമിനാരിക്കകത്തിട്ടുള്ള ആ ട്രെയിനിങ് പ്രൈസ് ദി ലോർഡ് ആള് മാറ്റിയവനാക്കി പുറത്ത് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ആ ട്രെയിനിങ് പീരീഡ് വാസ് ഇമ്പോർട്ടൻറ്റ്. എന്നാൽ ഇന്ന് ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞു വന്നതിൻ്റെ സാരം, നമ്മുടെ ഇടയിലൊക്കെ ഒരു വിദ്യാഭ്യാസവും വേണ്ട, ഒരു പ്രായോഗിക പരിശീലനവും വേണ്ട, ഒരു ബൈബിൾ സെമിനാരിയിലും പോകണ്ട, വാളെടുത്തവൻ വെളിച്ചപ്പാടെന്ന് പറഞ്ഞ് പലരെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് പ്രൈസ് ദി ലോർഡ് നമ്മുടെയൊക്കെ ആത്മീയ സമൂഹത്തിൻ്റെ പരാജയത്തിന് കാരണമാണ്. പ്രൈസ് ദി ലോർഡ്. പല ദുരുപദേശങ്ങളും അരുതാത്ത ഉപദേശങ്ങളൊക്കെ ഉയർന്നു വരുന്നതിൻ്റെ കാര്യം ക്രമീകൃതമായി സിസ്റ്റമാറ്റിക്കായിട്ട് ദൈവവചനം പഠിക്കുകയോ ചെയ്യാതെ എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ടതിൻ്റെ മുറിവാക്കും പിടിച്ചിട്ട് അടുത്ത ദിവസം മുതൽ അവനും പാസ്റ്ററായി രംഗത്തിറങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെയൊക്കെ സമൂഹത്തിനുണ്ടാകുന്ന ആത്മീയ മൂല്യച്യുതിക്ക് ഇതൊക്കെ ഒരു കാരണമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മോശയെയും പൗലോസിനെയൊക്കെ ദൈവം നീണ്ട വർഷങ്ങളാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരുക്കി നിർത്തിയിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നിയോഗത്തിന് വേണ്ടി ദൈവം നമ്മെ ഒരുപക്ഷെ ചില നാളുകൾക്കായി പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മളോട് കാത്തിരിക്കാനായിട്ട് പറയും. പ്രൈസ് ദി ലോർഡ്. മറ്റ് പല അപ്പോൾ പ്രിപ്പറേഷൻ ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ഫോർ ഹാവിങ് എ ഹോൾഡിംഗ് പാറ്റേൺ, ലെജിറ്റിമേറ്റ് ഹോൾഡിംഗ് പാറ്റേൺ, നിയമാനുസൃതമായ ഒരു കാത്തിരിപ്പ്, ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള കാത്തിരിപ്പ്. പ്രൈസ് ദി ലോർഡ്. നോഹയുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുമ്പോൾ നോഹയോടും ദൈവം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1 Peter chapter 3 verse 19. 1 Peter chapter 3 verse 19. പണ്ട് നോഹയുടെ കാലത്ത് എപ്പോഴും ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. താങ്ക് യു ആൻറ്റി, താങ്ക് യു സോ മച്ച്. അപ്പോൾ നോഹയുടെ കാലത്ത് ദൈവം പെട്ടകമുണ്ടാക്കുന്ന സമയത്ത് ദീർഘക്ഷമയോടെ കാത്തിരുന്നു. എന്തിനു വേണ്ടി? ടു ഷോ ഹിസ് മേഴ്സി ആൻഡ് ഗ്രേസ്. തൻ്റെ ദീർഘക്ഷമയും കരുണയും ജനത്തെ അറിയിക്കാനായി പ്രൈസ് നോഹയുടെ കാലത്ത് ദൈവം ദീർഘമായി കാത്തിരുന്നു. നോഹയോട് പറഞ്ഞു, വെയിറ്റ് 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 വെയിറ്റ്, യു പ്രീച്ച് ദി ഗോസ്പൽ, യു പ്രീച്ച് ദി വേർഡ്. ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽക്കുക. ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നു. എന്തിനു വേണ്ടി? ടു എക്സ്റ്റെൻഡ് ഹിസ് ഗ്രേസ് ആൻഡ് മേഴ്സി
ഇന്ന് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പലപ്പോഴും ഈ ദീർഘക്ഷമ കാണിക്കുന്നത് കൊണ്ടാണ് നാം ഈ ലോകത്തിൽ നിലനിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമ പ്രമാണം അനുസരിച്ച് കണ്ണിന് പകരം കണ്ണ് എന്നായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത തെറ്റിനും നമ്മൾ ചെയ്ത അരുതാത്ത കാര്യങ്ങൾക്കെല്ലാം ദൈവം ഓടനടി ശിക്ഷ നമുക്ക് നൽകിയേനമായിരുന്നു. എന്നാൽ ദൈവം നമ്മോട് കാത്തിരിപ്പിക്കുകയാണ്. ഫോർ വാട്ട്? ടു extend his grace and mercy. തൻ്റെ കരുണയും കൃപയും നമ്മോട് അറിയിക്കാനായി ദൈവം കാത്തിരിക്കുന്നു. മാത്രമല്ല, ദൈവം നമ്മളോട് കാത്തിരിപ്പിക്കുന്ന മറ്റൊരു സന്ദർഭമാണ് ഫോർ ഹിസ് ഓപ്റ്റ്യൂൺ ടൈം. തൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. എത്ര കടന്ന് പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ സമയത്തെ ദൈവം നമ്മളോട് എന്ത് ചെയ്യുന്നു? ദൈവികമായ പ്രൈസ് ദി ലോർഡ് ഇടപെടലിൽ നടത്തുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യോസേഫിനോട് ചോദിച്ചാൽ അറിയാം. യോസേഫിന് ദർശനം കണ്ടിട്ട് തൻ്റെ അപ്പൻ്റെയും സഹോദരന്മാരുടെയും കറ്റകൾ തന്നെ വണങ്ങുന്ന ദർശനം തനിക്ക് കാണാൻ കഴിഞ്ഞു. ബട്ട് ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് ലോങ് ഇയേഴ്സ് ടു റിയലൈസ് ദാറ്റ് ഡ്രീം. ആ ദൈവികമായ സ്വപ്നത്തെ കാണാനായിട്ട് ദീർഘവർഷങ്ങൾ എന്ത് ചെയ്തു? യോസേഫിന് കാത്തിരിക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. തന്നെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലിട്ട സമയമുണ്ട്. പൊത്തിഫറിന്റെ വീട്ടിൽ പോയി കഷ്ടമനുഭവിച്ച സമയമുണ്ട്. കാരാഗ്രഹത്തിൽ പോയി പീഡനം അനുഭവിച്ച സമയമുണ്ട് യോസേഫ് അപ്പോഴെല്ലാം ചിന്തിക്കുന്നുണ്ട്, എവിടെ സ്വപ്നത്തിന്റെ പൂർത്തീകരണം? എവിടെ ഞാൻ കണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കരണം? വേർ ഇസ് മൈ ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ ഡ്രീംസ് that I has dreamt? But God allowed him to wait for the perfect timing. That was, we read in Genesis chapter 50 verse 20. സകലരും വന്ന് അവൻ്റെ മുമ്പാകെ വന്ന്, സകല സഹോദരന്മാരും എല്ലാവരും വന്ന് അവൻ്റെ മുമ്പാകെ വന്ന് സാഷ്ടാംഗം വീണ് അവനെ നമസ്കരിച്ചു. അപ്പോൾ what I am trying to say, എന്താണ് ഞാൻ പറഞ്ഞത്? ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാനായിട്ട് ആവശ്യപ്പെടും. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ദൈവം കാത്തിരിക്കാനായി നമ്മളോട് പറയും. അബ്രഹാമിനോട് 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം ചെയ്തു. 25 വർഷം താൻ കാത്തിരുന്നു. ഫോർ ദ പെർഫെക്റ്റ് ടൈമിംഗ് ഓഫ് ജീസസ്, പെർഫെക്റ്റ് ടൈമിംഗ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ യഥാർത്ഥ സമയത്തിനായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ച മറ്റൊരു സന്ദർഭത്തിൽ സംസാരിച്ച കാര്യം ഇപ്പോൾ വീണ്ടും ഓർത്തു വരികയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ പടകിൽ തണ്ടുവലിച്ചു വലയുന്നത് കണ്ടിട്ട് നീണ്ട മണിക്കൂറുകൾ, അതായത് 3-ാം മണി നേരത്തെ, ഓൾമോസ്റ്റ് അറൌണ്ട് 9 hours, ആഫ്റ്റർ 9 hours യേശു തൻ്റെ ശിഷ്യന്മാർ തണ്ട് വലിക്കുന്നത് കണ്ട് ഗാലറി നോക്കി രസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞു വന്നത്. അതിന് ആ വാക്യം ഞാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് എടുത്തു വായിപ്പിക്കുന്നില്ല. ഹി വാസ് ലുക്കിംഗ് അറ്റ് ഹിസ് ഡിസൈപ്പിൾ. തൻ്റെ ശിഷ്യന്മാർ തണ്ട് വലിച്ചു വലയുന്നത് കണ്ടു. ബട്ട് ഹി വാസ് നോട്ട് കമ്മിങ്. യേശു വരുന്നില്ല, യേശു ആക്ട് ചെയ്യുന്നില്ല. ആഫ്റ്റർ 9 hours ഓഫ് ഡീപ്പ് ഇൻ ദ സീ, ഡീപ്പ് ഇൻ ദ ഡാർക്ക്നെസ്, ജീസസ് കെയിം ടു റെസ്ക്യൂ ഹിസ് ഡിസൈപ്പിൾ ഓൺ ദാറ്റ് പെർഫെക്റ്റ് ടൈം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സമയത്താണ് ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ കുടുംബമായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ വിസയുടെ വിഷയത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവസനം, ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും ദൈവസനം ഞങ്ങൾ ഒരു കാര്യം കുടുംബമായിട്ട് ഞങ്ങൾ ഉറച്ചിരിക്കുന്ന ഒരു, ദൈവത്തിൻ്റെ സമയമാകുമ്പോഴേ ഇത് സാധിക്കത്തുള്ളൂ. നമ്മൾ എത്ര കടന്ന് മസിൽ പിടിച്ചാലും, നമ്മൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും, ഇതൊന്നും അതിൻ്റെ നമ്മൾ ഓർക്കും there is a unprecedented delay, but I believe it will come on the perfect timing. എന്നാൽ പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥനയിൽ തുടർന്ന് മടുത്തു പോകാതെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം തൻ്റെ സമയം നമ്മെ അറിയിക്കാനായിട്ട് കാത്തിരിക്കും. ഒരു കാര്യം കൂടെ ആ ഭാഗത്ത് പറഞ്ഞിട്ട് തന്നെ അടുത്ത ഭാഗത്തേക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. ഗോഡ് മേ allow us for a legitimate holding pattern for teach me something. എന്നെ ചിലത് പഠിപ്പിക്കാനും ദൈവം പറയും, മോനെ ഒന്ന് വെയിറ്റ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നയമാൻ, ദ കിങ് നയമാൻ. നയമാൻ ഒരു കുഷ്ഠരോഗിയായിരുന്നു. കുഷ്ഠരോഗിയായി ദീർഘനാളുകൾ രാജാവായി വാണു. എന്നാൽ പ്രൈസ് ദി ലോർഡ്, നയമാൻ ഒരു ദിവസം തൻ്റെ ബാല്യക്കാരിയായ ആ പെൺകുട്ടി പറഞ്ഞു, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയും. ആ പ്രവാചകനെ അന്വേഷിച്ച് നയമാൻ പോയി.
നയമാൻ ചെന്നപ്പോൾ പ്രവാചകൻ ഇപ്പോൾ പിടിച്ച് നല്ല സ്വീകരണമൊക്കെ നൽകി നല്ല എണ്ണയൊക്കെ പുരട്ടി നല്ല പ്രാർത്ഥന പ്രാർത്ഥിച്ച് തലേ കൈവച്ച് ശാസിച്ച് വിടുമെന്നൊക്കെ വിചാരിച്ചു. എന്നാൽ നയമാൻ്റെ അടുത്ത് ചെന്ന പ്രവാചകൻ പറഞ്ഞത് പ്രവാചകൻ നയമാനോട് പറഞ്ഞത്, നീ പോയി ആ യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി പൊങ്ങാനായിട്ടാണ് പറഞ്ഞത്. നയമാൻ ഇത് കേട്ടപ്പോൾ ദേഷ്യമാണ് തനിക്ക് വന്നത്. എന്നാൽ നയമാൻ ഒരു കാര്യം മനസ്സോടെയാണെങ്കിലും താൻ പോയി യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി പൊങ്ങിയപ്പോൾ അവസാനം 7ാമത്തെ പ്രാവശ്യം പൊങ്ങിയപ്പോൾ തൻ്റെ കുഷ്ഠം മാറിയപ്പോൾ താൻ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു, there is no any other God in this land other than the God of Israel. ഇസ്രായേലിന്റെ ദൈവമല്ലാതെ മറ്റൊരു ദൈവം ഈ ഭൂമിയിൽ ഇല്ല എന്ന് നയമാൻ പറഞ്ഞു. സോ നയമാന്റെ ജീവിതത്തിൽ ദീർഘസമയങ്ങൾ കുഷ്ഠരോഗിയായി താൻ ഇരുന്നത്, ഇറ്റ് വാസ് എ മൊമെന്റ് ഓഫ് ടീച്ചിങ്. തന്നെ ഒരു കാര്യം ദൈവം പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു. തൻ്റെ വായിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, ഇസ്രായേലിലെ ദൈവമല്ലാതെ മറ്റൊരു ദൈവം ഇനി നമുക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. സോ ദ കൈൻഡ് ഓഫ് ഹോൾഡിംഗ് പാറ്റേൺസ്, തന്നെ കാത്തിരിപ്പിക്കാനായി അനുവദിച്ചത് ചിലത് പഠിപ്പിക്കാനായി. എന്നെയും നിങ്ങളെയും ഈ പകൽക്കാലം ചിലത് പഠിപ്പിക്കാൻ ദൈവം ഒന്ന് കാത്തിരിപ്പിക്കും. ചിലതൊന്ന് ഗ്രഹിപ്പിക്കാനായി നമ്മളോട് ദൈവം കാത്തിരിക്കാൻ പറയും. സോ വാട്ട് ഐ സെഡ്, ദൈവം അനുവദിക്കുന്ന ലെജിറ്റിമേറ്റ് കാത്തിരിപ്പുകൾ, ലെജിറ്റിമേറ്റ് ഹോൾഡിംഗ് പാറ്റേൺസ്, ഇറ്റ് ഈസ് ഫോർ അവർ പ്രിപ്പറേഷൻ, ഇറ്റ് ഈസ് ഫോർ ഷോയിങ് ഗോഡ്സ് മെർസി ആൻഡ് ഗ്രേസ്, ഇറ്റ് ഈസ് ടു ഷോ ദ പെർഫെക്റ്റ് ടൈമിംഗ് ആൻഡ് ഇറ്റ് ഈസ് ടു ഷോ വാട്ട് ഗോഡ് ഈസ് ട്രൈങ് ടു ടീച്ച് അസ്. എന്നെ എന്താണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനു വേണ്ടി ദൈവം നമ്മളോട് കാത്തിരിക്കാനായിട്ട് പറയും. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവം അനുവദിച്ച കാത്തിരിപ്പ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്താൽ ഉണ്ടായി വന്ന കാത്തിരിപ്പുകൾ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, 2 കാത്തിരിപ്പുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന്, ദി ലെജിറ്റിമേറ്റ് ഹോൾഡിംഗ് പാറ്റേൺസ്, നമ്മൾ ദൈവഹിതപ്രകാരം കാത്തിരിക്കുന്ന കാത്തിരിപ്പുകൾ. രണ്ടാമത്തേത്, എൻ്റെ പ്രസംഗത്തിൻ്റെ പകുതി ഭാഗമേ ആയിട്ടുള്ളൂ. നമ്മുടെ മീറ്റിംഗ് തീരേണ്ട സമയമായി. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ദ ഇല്ലെജിറ്റിമേറ്റ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയമല്ലാത്ത ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാത്തിരിപ്പ്, നിയമാനുസരണമല്ലാത്ത കാത്തിരിപ്പ്, ദൈവഹിതപ്രകാരമല്ലാത്ത കാത്തിരിപ്പ്. വായിക്കാം. ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സംഖ്യാപുസ്തകം, നമ്പേഴ്സ്, ബുക്ക് ഓഫ് നമ്പേഴ്സ്, 14-ാം അധ്യായം, അതിൻ്റെ 34-ാമത്തെ വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 14 വേഴ്സ് 34. നിങ്ങൾക്ക് അവകാശമായി തരുന്ന കനാൻ ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ഞാൻ നിങ്ങളുടെ അവകാശ ദേശത്ത് ഒരു വീട്ടിൽ കുഷ്ഠബാധ വരുത്തുമ്പോൾ വീട്ടുടമസ്ഥർ വന്ന വീട്ടിൽ കുഷ്ഠലക്ഷണമുള്ള പ്രകാരം എനിക്ക് തോന്നുന്നു. വായിക്കുന്നത് 14:34. ദേശമുറ്റു നോക്കിയ 40 ദിവസത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എന്റെ അകൽച്ച അറിയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം കണ്ടത് ഇസ്രായേൽ മക്കളോടുള്ള ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടാണ്. അവിടെ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ദേശം ഒറ്റു നോക്കിയ 40 ദിവസത്തിൻ്റെ എണ്ണത്തിനൊത്തവണ്ണം 1 ദിവസത്തിന് പകരം 1 വർഷം എന്ന കണക്കിൽ 40 വർഷം എന്ത് ചെയ്യണം? നിങ്ങൾ ഈ കാത്തിരിപ്പ് തുടരണം. എന്തിനു വേണ്ടി? കനാനിലേക്ക് ചെല്ലാനുള്ള, കനാൻ ദേശത്തേക്ക് എത്താനുള്ള കാത്തിരിപ്പിൽ they should wait for 40 years instead of 40 days. വാസ്തവത്തിൽ ദൈവം അവരെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയത് 40 വർഷത്തിൽ ഈസി ക്രോസ് ഓവർ, ഈസി ആയിട്ട് കയറി പോകാനായിട്ടാണ് ദൈവം മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിളിച്ചു വേർതിരിച്ചത്. എന്നാൽ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ്, ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരോധമായി, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരോധമായി, ദൈവികമായ ന്യായപ്രമാണങ്ങൾക്ക് വിരോധമായി
തങ്ങൾ നീങ്ങിയത് കൊണ്ട് പ്രൈസറോ ദൈവം അവരോട് പറയുകയാണ്, എൻ്റെ ഇഷ്ടം 40 ദിവസം കൊണ്ട് പോകണമെന്നായിരുന്നു, എന്നാൽ നിങ്ങൾക്ക് ദൈവഹിതമില്ലാത്ത, ദൈവാനുസരണമല്ലാത്ത, നിയമാനുസരണമല്ലാത്ത 40 വർഷം നിങ്ങൾ ഈ മരുഭൂമിയിൽ കൂടെ എന്ത് ചെയ്യണം? സഞ്ചരിക്കണം. നമുക്ക് ആ ചരിത്രം ഒന്ന് വിശകലനം ചെയ്തിട്ട് ഞാൻ അവിടെ എൻ്റെ വാക്കുകളെ നിർത്താനായിട്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ് യഹൂദ ജനത്തിന്, ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഈ നിയമാനുസൃതമല്ലാത്ത കാത്തിരിപ്പ് ഒരുക്കിയത്? ഞാൻ ആദ്യം പറഞ്ഞു, മോശയെ സംബന്ധിച്ചും പൗലോസിനെ സംബന്ധിച്ചും നയമാനെ സംബന്ധിച്ചും ഒക്കെയും ദൈവം ഒരു കാത്തിരിപ്പ് ഒരുക്കിയത്. ഇറ്റ് വാസ് അണ്ടർ ദി പ്ലാൻ ഓഫ് ഗോഡ്. എന്നാൽ ഇസ്രായേൽ മക്കളെ ഈ 40 വർഷം ഈ മരുഭൂമിയിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നത് ഇറ്റ് വാസ് നോട്ട് ദി റിയൽ പ്ലാൻ ഓഫ് ഗോഡ്. എന്നാൽ ദൈവത്തിന് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ബിക്കോസ് ഓഫ് ദ ഈവിൾ തിങ്സ്, ബിക്കോസ് ഓഫ് ദ സിൻ ആൻഡ് ബിക്കോസ് ഓഫ് ദ ഈവിൾ പ്രാക്ടീസ് ദാറ്റ് ദേ ഹാവ് കമ്മിറ്റഡ്. എന്താണ് ആക്ച്വലി ഈ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഇത്രമാത്രം ഒരു കാത്തിരിപ്പിന് ദൈവം ഒരു വലിയ അനീതിയോടെ പെരുമാറാനുള്ള കാരണം? അതിൻ്റെ ഒന്നാമത്തെ കാര്യം, ദേ ഫോർഗെറ്റ് ദെയർ പാസ്റ്റ്. അവരുടെ കഴിഞ്ഞ കാലം അവർ മറന്നുപോയി. ദൈവം അവരെ വിടുവിച്ചതും ദൈവം അവരെ നടത്തിയതും ദൈവം അവരോട് അരുളി ചെയ്തതും എന്ത് ചെയ്തു? അവർ മറന്നുപോയി. ഒന്ന് വായിക്കാമോ? 14-ാമത്തെ അധ്യായം തന്നെ അതിൻ്റെ 3-4 വാക്യങ്ങൾ. Why is the Lord bringing us to this land only to let us fall by the sword? Our wives and children will be taken as plunder. Wouldn't it be better for us to go back to Egypt? Yes. And they said to each other, and we should choose a leader and go back to Egypt. ഇവിടെ നോക്കിക്കേ, മിസ്രൈമിലേക്ക് മടങ്ങി പോകാനാണോ ദൈവം അവരെ വിളിച്ച് വേർതിരിച്ചത്? 10 ബാധകൾ കണ്ട് അവസാനം കടിഞ്ഞൂൽ സംഹാരവും കണ്ട് അതിൻ്റെ നടുവിലൂടെ ഇറങ്ങി പുറപ്പെട്ട് ചെങ്കടലും കടന്ന് സച്ച് എ വണ്ടർഫുൾ മിറക്കുലസ് ജേർണി കണ്ടിട്ട് വന്ന, അല്ലെങ്കിൽ കാടപ്പക്ഷിയും മഞ്ഞയുമൊക്കെ ഭക്ഷിച്ച് ഇറങ്ങി വന്ന ജനം പറയാണ്, ഷാൽ വി ഗോ ബാക്ക് ടു മിസ്രൈം? നമുക്കൊരു തലവനെ കണ്ടെത്താം. മോശ ദൈവം നിയോഗിച്ച തലവനാണ്. ബട്ട് വി ഡോണ്ട് വാണ്ട് ടു ഫോളോ വാട്ട് മോസസ് സേസ്. അല്ലെങ്കിൽ യോശുവ പറയുന്നതോ മോശ പറയുന്നതോ ഞങ്ങൾക്ക് ആവശ്യമില്ല. വി വുഡ് ഡിസൈഡ് one among us as a leader and we may go back to Egypt. So they forget their past. നിന്നെയും നമ്മളെയും ഓരോരുത്തരെയും ദൈവം വിളിച്ചത് വേർതിരിച്ചത് പഴയതിലേക്ക് പോകാൻ വേണ്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു മിസ്രൈമ്യ വീട് നമുക്കുണ്ടായിരുന്നു. എന്നാൽ നമ്മെ ഓരോരുത്തരെയും അവിടെ നിന്ന് വിളിച്ചു വേർതിരിച്ചത് പഴയതെടുക്കാൻ വേണ്ടിയല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലതും വിട്ടിട്ടാണ് പുറപ്പെട്ടു പോകുന്നത്. നാം നിത്യത എന്ന കനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടവരാണ്. വി ആർ ഓൺ അവർ പിൽഗ്രീം, വി ആർ ഓൺ അവർ പ്രോഗ്രഷൻ. നമ്മൾ കനാൻ ദേശം നോക്കി നിത്യ കനാനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് പ്രൈസ് ദി ലോർഡ് നമ്മൾക്ക് തിരിച്ചു പോകാനുള്ള, ഹല്ലേലൂയ, നമുക്ക് പഴയതിലേക്ക് പോകാനുള്ള, കളഞ്ഞതിലേക്ക് പോകാനുള്ള, ഹല്ലേലൂയ, ഇട്ടിട്ട് പോയതിനെ കുറിച്ച് തിരിച്ചു പിടിക്കാനുള്ള ഒരു വ്യഗ്രത, അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള ദൈവിക പ്രവർത്തിക്ക് കാലതാമസം വരുത്തുമെന്നുള്ള ഒരു ആലോചന ഞാൻ ഈ പകൽക്കാലം പങ്കുവെക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി മുന്നോട്ട് പോകാനാണ്. എന്നാൽ ഇടയ്ക്ക് വെച്ച് നാം നമ്മുടെ നിത്യയാത്രയ്ക്ക് വിഘ്നം നിൽക്കുന്ന we tempt to go back. അതാണ് സംഭവിച്ചത്. The Jewish forgets, or the Israelites forget their past because they had come through a miraculous journey. അവർ ഇതുവരെയും കാണാത്ത അത്ഭുതങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടിട്ട് പോയ പ്രിയപ്പെട്ടവർ. എന്നെ അതിശയിപ്പിച്ചതും വേദനിപ്പിച്ചതും ഇത് വർഷങ്ങൾ കഴിഞ്ഞ ശേഷമുള്ള ഒരു ഇൻസിഡന്റ് അല്ല ഇവിടെ കാണുന്നത്. Just before few days back they saw the miraculous sign of God. ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴികളും ആലോചനകളും അത്ഭുതങ്ങളും കണ്ടിട്ട് ദിവസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ they forgot what God has done in their life.
എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും ദൈവം പല അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും, ദൈവം നാം അറിയാതെ പല വിടുതലുകൾ നമ്മൾ ചെയ്യുമ്പോൾ, ഹൗ ഫാസ്റ്റ് വി ഫോർഗോട്ട് ദാറ്റ്, എത്ര പെട്ടെന്ന് നമ്മളത് മറന്നുപോകും, എത്ര പെട്ടെന്ന് ദൈവത്തിൻ്റെ ആലോചനകളും ദൈവിക പദ്ധതികളും നമ്മൾ മറന്നുപോകും. ദാറ്റ് വാസ് ദ സീരിയസ് പ്രോബ്ലം, ദ സിൻ ദാറ്റ് ദ ഇസ്രായേലിറ്റ്സ് കമ്മിറ്റഡ്. അവർ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി, they forgot their past, how God led them and what God had said to them. Praise the Lord. മാത്രവുമല്ല, they lost their initiatives. ദൈവം അവരെ എങ്ങോട്ട് കൊണ്ടുപോകാനായിരുന്നത്? പാലും തേനും ഒഴുകുന്ന ദേശത്തോട്ടാണ്, അല്ലെങ്കിൽ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കാണ് ദൈവം അവരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. എന്നാൽ ജീവിതത്തിൽ ഇച്ചിരി പ്രയാസങ്ങൾ ഒരുങ്ങിയപ്പോൾ, അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, ഹല്ലേലൂയ, ചില പ്രതിസന്ധികൾ വന്നപ്പോൾ അവർക്ക് പാലും വേണ്ട, തേനും വേണ്ട, അവർക്ക് ഒന്നും വേണ്ടാതെ അവർ തിരിച്ചു പോവുകയാണ്. ഗോഡ് ഹാസ് ഇനിഷ്യേറ്റഡ് എ ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ ഫോർ ഇസ്രായേലിറ്റ്സ്. അതെന്തായിരുന്നു? അവർക്ക് പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് കൊണ്ടുപോകാൻ ദൈവം അവർക്ക് വേണ്ടി ആലോചന ചെയ്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദേശത്ത് വന്ന് ജനം മത്സരിക്കാനായിട്ട് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുവിറുക്കാൻ തുടങ്ങി. സഭയൊക്കെയും അവരോട്, മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു. ഇതിനാണോ ഞങ്ങളെ ദൈവം വിളിച്ചത്? ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുപോകുന്നത്? നോ, അവർ മനസ്സിലാക്കുന്നില്ല. God is leading them to have a God's promise and God's promise in their life. അവർക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാമെന്നുള്ള ദൈവത്തിൻ്റെ ഇനിഷ്യേറ്റീവിനെ അവർ വേണ്ടാന്ന് വെച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മെക്കുറിച്ചൊക്കെ ദൈവത്തിന് ഒത്തിരി പദ്ധതികളുണ്ട്. എന്നാൽ ഈ പദ്ധതികൾക്കെല്ലാം വിരുദ്ധമായി നമ്മുടെ ചില പ്രവർത്തനങ്ങളും, നമ്മുടെ ചില ചിന്തകളും, നമ്മുടെ ചില ആലോചനകളും, നമ്മുടെ ആത്മീയ അനുഭവങ്ങളും ഒരുപക്ഷെ we may mislead from the initiatives that God has prepared for us. എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം ഒരുക്കിയിരുന്ന ചില ഇനിഷ്യേറ്റീവ്സ് അതിനെ തകിടം മറിക്കാൻ ഇടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഡിയർ ചർച്ച്, ലെറ്റ് മീ എക്സോർട്ട് യു, നിങ്ങളോട് ഞാൻ പ്രബോധിപ്പിക്കട്ടെ. God has a definite and clear initiatives for us. നമുക്ക് വേണ്ടി ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. But sometime, due to the circumstances, due to various struggles and problems, we may forget what God has initiated for us. എനിക്ക് വേണ്ടി എന്താണ് ദൈവം ആലോചന ചെയ്തതെന്നുള്ളത് നമ്മൾ മറന്നുപോകും. Because of the circumstances, because of the hardship, because of the trials, നമ്മൾ നേരിടുന്നതായ പ്രതിസന്ധിയും കഷ്ടതയും കണ്ടിട്ട് എനിക്ക് വേണ്ടി ദൈവം വെച്ചിരുന്ന ചില നിയോഗങ്ങളെ നമ്മൾ മറന്നുപോകും. So that was something that made them to had a illegitimate holding patterns for the Israelites. ദൈവഹിതമില്ലാത്ത ഒരു കാത്തിരിപ്പിലേക്ക് അവർക്ക് പോകേണ്ടി വന്നത്. അവർ, praise the Lord, they forgot their past and they lost their initiatives. അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ചില പദ്ധതികളും മറന്നുപോയി. മറ്റൊന്നാണ്, they became fearful. അതൊരു വലിയ പ്രശ്നമാണ്. ഭയന്നുപോയി. ജസ്റ്റ് പ്രീവിയസ് ചാപ്റ്റർ 13-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ചാപ്റ്റർ 13 വേഴ്സ് 28. നമ്പേഴ്സ്. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയും ആകുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. നോക്കിക്കേ, ദേശം ഉറ്റുനോക്കാൻ പോയവർ പറഞ്ഞ വർത്തമാനം എന്താണ്? അവർ കണ്ടത്, ഞങ്ങൾ അവിടെ അനാക്യന്റെ പുത്രന്മാരെ കണ്ടു. അവിടെ ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളതാണ്. ദൈവമാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ കനാൻ ദേശം കൈയടക്കുമെന്ന്. എന്നാൽ ഒറ്റുനോക്കാൻ പോയവർ അവിടെ കണ്ട ബലവാന്മാരെ കണ്ടിട്ട് ഭയന്നുപോയി. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ വലിയ മതിലും വലിയ പട്ടണവും ഉറപ്പുള്ളതൊക്കെ കണ്ടിട്ട് അവര് പേടിച്ചു പോയി.
എന്നാൽ അതിൻ്റെ നടുവിൽ ഒരു 2 പേരുണ്ടായിരുന്നു, വ്യത്യസ്തമായ റിപ്പോർട്ട് കൊടുത്തു. 30-ാമത്തെ വാക്യത്തെ, എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. കാലേബ് പറഞ്ഞു, അല്ല, നമുക്കവരെ ജയിക്കാൻ കഴിയും. മറ്റു പലരും പറഞ്ഞു, മറ്റു ഉറ്റുനോക്കുന്നവർ പറഞ്ഞു, അയ്യോ പറ്റത്തില്ല, നമുക്ക് പറ്റത്തില്ല, നമുക്കതിന് ജയിക്കാൻ പറ്റത്തില്ല. 32-ാമത്തെ വാക്യം ജസ്റ്റ് വായിക്കുന്നത് ഇങ്ങനെയാണ്: താങ്കൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞത് എന്തെന്നാൽ, ദേ ഹാഡ് മെയ്ഡ് എ റോങ് റിപ്പോർട്ട്. ദുർവർത്തമാനമായി പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായന്മാരാണ്. ചെറിയൊരു ഫാക്റ്റിനെ എക്സാജറേറ്റ് ചെയ്ത് എന്ത് ചെയ്തു? ഈ ജനം റിപ്പോർട്ട് കൊടുത്തു. അതൊരു നമ്മുടെ പ്രശ്നമാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി നമ്മളിൽ ഉണ്ടാകുന്ന ഭയമാണ് പലപ്പോഴും ദൈവസന്നിധിയിൽ മുന്നേറാൻ കഴിയാത്തത്. നമ്മൾ വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ ആലോചന എൻ്റെ മേലുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ഒരു വലുപ്പമുള്ള ഒരു ശക്തിയും അതിന് നേരെ നിൽക്കാൻ കഴിയത്തില്ല എന്ന് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുൻപിൽ ഒരു കാര്യവും അതിന് മേലെ ഉയരാൻ കഴിയത്തില്ല. എന്നാൽ നമ്മൾ പലപ്പോഴും ഭയക്കുന്നത്, എനിക്ക് പറ്റുമോ, എനിക്ക് സാധിക്കുമോ, എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്കതിനുള്ള കഴിവില്ല, എനിക്കതിന് കാലിബറില്ല. നമ്മുടെ ജോലിയിടങ്ങളിലൊക്കെ നമ്മുടെ കഴിവും മിടുക്കും ഉണ്ടായിട്ടാണോ ദാറ്റ് വി ആർ എക്സലിംഗ് ഇൻ അവർ വർക്ക് സ്പേസ്? നമ്മുടെ ജോലിയിടങ്ങളിൽ നമ്മുടെ കഴിവ് കൊണ്ടാണോ നമ്മൾ നിൽക്കുന്നത്? നമ്മെക്കാട്ടിൽ വിദ്യാഭ്യാസം, നമ്മെക്കാട്ടിൽ പഠിപ്പ്, നമ്മെക്കാട്ടിൽ കഴിവ്, നമ്മെക്കാട്ടിൽ മിടുക്കരായ ആളുകൾ നമ്മുടെ ചുറ്റുപാടും നിൽക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവം എന്നെയും നിങ്ങളെ മാനിക്കുമെന്ന് പറഞ്ഞാൽ, എന്നെയും നിങ്ങളെ നിലനിർത്തുമെന്ന് പറഞ്ഞാൽ, വി ഡോണ്ട് നീഡ് ടു ഫിയർ അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് us. നമ്മുടെ ചുറ്റുപാടും സംഭവിക്കുന്നത് എന്തിനെക്കുറിച്ചും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ അവർ അധികായന്മാരായിരിക്കാം, മിടുക്കരായിരിക്കാം, they will be excellent in various things, but God has promised us that we will succeed. എന്നെയും നിങ്ങളെയും ദൈവം വിടുതൽ നൽകി മാനിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ ഒരു ശക്തിക്കും വലുപ്പമില്ലെന്ന് വിശ്വസിക്കാൻ കഴിയണം. അതിന്റെ മുമ്പിൽ യാതൊന്നിനും ജയിക്കാൻ കഴിയത്തില്ലെന്ന് വിശ്വസിക്കണം. ഒരു മല്ലനായ ഗോലിയാത്തിന്റെ മുമ്പിൽ ദാവീദ് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, നീ എന്താ ഞങ്ങളുടെ മുന്നിൽ എന്ത് കോമാളിത്തരമാണ് കാണിക്കുന്നതെന്ന് ഗോലിയാത്ത് ചോദിച്ചപ്പോൾ ദാവീദ് പറഞ്ഞത്, നിന്നാൽ ഞാൻ പടക്കൂട്ടുന്നതിനെ പാഞ്ഞെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് ആഘോഷിച്ചുകൊണ്ട് ദാവീദ്, ഒരു ചെറുബാലനായ ദാവീദ്, ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്നത്, ഹി വാസ് നോട്ട് ലുക്കിംഗ് ഓൺ ദി സർക്കംസ്റ്റാൻസസ്, ഹി വാസ് നോട്ട് ലുക്കിംഗ് ഓൺ ദി ഹൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ. എന്നാൽ നമ്മളെ എന്താ ഇച്ചിരി ഉണ്ടെങ്കിലും നമുക്കങ്ങ് എക്സാജറേഷനാണ്. പ്രൈസ് ദി ലോർഡ്. ചെറിയൊരു പോരാട്ടം വരുമ്പോഴേ നമ്മളങ്ങ് അത് വലിയ പോരാട്ടമാണെന്ന് കണക്കാക്കുകയാണ്. Praise the Lord. Do not exaggerate your problem. Your problems are very less and very small in the sight of God. ദൈവത്തിൻ്റെ കാഴ്ചയിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ നിന്റെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമേ അല്ല. Do not magnify your problems. Do not exaggerate your problems. നിന്റെ പ്രശ്നങ്ങളെ പർവ്വതീകരിക്കണ്ട, നിന്റെ പ്രോബ്ലംസിനെ നീ കാണണ്ട. എൻ്റെ ദൈവത്തെക്കാൾ വലുതല്ല നമ്മുടെ പ്രോബ്ലംസ്. ഹല്ലേലൂയ. ഈ പകൽക്കാലം എത്ര പേർക്ക് ഈ വചനത്തെ ഏറ്റെടുക്കാൻ കഴിയും? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും, പ്രൈസ് ദി ലോർഡ്, എൻ്റെ ദൈവത്തിന് മറികടക്കാൻ കഴിയാത്തതല്ല. ഹീ ഈസ് ഇൻ കൺട്രോൾ. അവന് സകലതും. സോ ഇവിടെ എന്താ സംഭവിച്ചത്? യോശുവയും കാലേബ് പറഞ്ഞ റിപ്പോർട്ട്, പ്രൈസ് ദി ലോർഡ്, അവിടെ നമുക്കതിനെ അവരെ കീഴ്പ്പെടുത്താൻ കഴിയും. എന്നാൽ മറ്റു പലരും പറഞ്ഞത് നോ, വി കനോട്ട്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ബിക്കോസ് ഓഫ് ദെയർ ഫിയർഫുൾനെസ്, പേടിച്ചിരുന്നവരോട് ദൈവം പറഞ്ഞു, എന്നാ കിടക്ക്, 40 വർഷം അവിടെ കിടന്ന് നിങ്ങൾ പെയ്യെ പോയാൽ മതി എന്ന് ദൈവം അവരോട് പറഞ്ഞു. സോ ദി ഇല്ലിജിറ്റിമേറ്റ് ഹോൾഡിംഗ് പാറ്റേൺസ് occurred because of their fearfulness, അവരുടെ ഭയം. ഈ പകൽക്കാലം ചിലരോടെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ഡു നോട്ട് ഫിയർ. പേടിക്കണ്ട. ഡു നോട്ട് ഫിയർ ഓഫ് വാട്ട് ഈസ് കമ്മിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു. നിന്റെ മുമ്പിൽ വരുന്നതിനെ കുറിച്ച് നീ പേടിക്കണ്ട. നിന്റെ മുമ്പിൽ വരുന്ന പലതിനെ ചൊല്ലി നീ പേടിക്കണ്ട. പ്രൈസ് ദി ലോർഡ്.
ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളെ പേടിപ്പിക്കാനായിട്ട് കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ നിന്ന് ഓരോരോ മെയിൽ എന്നും വരും, മിക്കവാറും വരും. നിങ്ങളുടെ കുഞ്ഞിൻ്റെ എമറൈറ്റ്സ് ID സബ്മിറ്റ് ചെയ്തിട്ടില്ല, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി കംപ്ലീഷൻ ഓഫ് KHD രജിസ്ട്രേഷൻ ആൻഡ് ഓൾ എന്നും ഞാൻ റിപ്ലൈ തരും. ഇറ്റ് ഈസ് അണ്ടർ പ്രോസസ്, കൈൻഡ്ലി വെയിറ്റ് ഫോർ സം മോർ ടൈം. പ്രൈസ് ദി ലോർഡ്. മെയിൽ വരുമ്പോൾ ചങ്കിലിടുപ്പാണ്, എന്താകും, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ അസ്ഥാനത്താകുമോ? എന്നാൽ ഐ ജസ്റ്റ് ബിലീവ്, ഇന്ന് ഈ പകൽക്കാലം ഞാൻ ഇത് എന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്. ഐ ജസ്റ്റ് ബിലീവ്, ഡു നോട്ട് ബി ഫിയർഫുൾ ഓഫ് വാട്ട് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഗോഡ് ഈസ് ദെയർ ഹൂ ഈസ് ബിഗർ ദാൻ യുവർ പ്രോബ്ലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് ഇന്ന് ഈ പകൽക്കാലം വിശ്വസിക്കാൻ കഴിയും? എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക്, യു മേ നോട്ട് ഹാവ് എ വർക്ക് പെർമിറ്റ്, യു മേ നോട്ട് ഹാവ് എ വിസ ഫോർ യു, യു മേ നോട്ട് ഹാവ് എ റൈറ്റ് ജോബ് ഇൻ യുവർ ഹാൻഡ്. ഇതൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങളാകാം. എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ കാത്തിരിക്കുന്ന ഒരു പ്രിയപ്പെട്ടവന് നിങ്ങളുടെ വിഷയങ്ങളെ കാട്ടിലും വലുതല്ല, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ സേവിക്കുന്ന ദൈവം എന്ന് ഉറച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ബ്രേക്ക് ദി ഹോൾഡിംഗ് പാറ്റേൺസ്. ഇങ്ങനെയുള്ള ഇലിജിറ്റിമേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാത്തിരിപ്പ് ഇന്ന് ഈ പകൽക്കാലം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, യു ജസ്റ്റ് ബ്രേക്ക് ഇറ്റ്. ഹൗ യു ക്യാൻ ബ്രേക്ക് ഇറ്റ്? വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ലെറ്റ് മീ ജസ്റ്റ് ടെൽ ആൻഡ് വൈൻഡ് അപ്പ് മൈ മെസ്സേജ്. ചില മിനിറ്റുകൾക്കുള്ളിൽ ഞാനത് പറഞ്ഞു നിർത്താനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി ഒറ്റ കാര്യം, വി ഷുഡ് ബി ഡെയർ ടു ബി ഡിഫറെൻറ്റ്. 14-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ്: എന്നാൽ കാലേബ് മോശയോട് പറഞ്ഞു, നോ. ജനത്തെ അമർത്തിയിട്ട് പറഞ്ഞു, ചെന്ന് അത് കൈവശമാക്കുക, നമുക്ക് എന്ത് ചെയ്യാം, അത് ജയിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാലം ഹൗ മെനി ഓഫ് യു വിൽ ബി ഡെയർ ടു ബി ഡിഫറെൻറ്റ് ഇൻ യുവർ സർക്കംസ്റ്റാൻസസ്? നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ വ്യത്യസ്തമായി നിൽക്കാൻ എത്ര പേർക്ക് കഴിയും? അതിന് എതിരെ നിൽക്കാൻ എത്ര പേർക്ക് കഴിയും? അതിന് വിരോധമായി നിൽക്കാൻ എത്ര പേർക്ക് കഴിയും? ഹൗ കുഡ് യു ബി ഡെയർ ടു ബി ഡിഫറെൻറ്റ്? എല്ലാവരും പറഞ്ഞു പറ്റത്തില്ല, പറ്റത്തില്ല, പറ്റത്തില്ല. കാലേബ് പറഞ്ഞു, നോ, വി ക്യാൻ ഡു ഇറ്റ്. ട്രൈ ടു ബി ഡെയർ ടു ബി ഡിഫറെൻറ്റ് ഇൻ യുവർ സർക്കംസ്റ്റാൻസസ്. മാത്രമല്ല 14-ന്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദേശത്തൊറ്റു നോക്കിയവരിൽ നൂനിന്റെ മകനായ യോശുവ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമുക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. എക്സസൈസ് യുവർ ഫെയ്ത്ത്. അവരുടെ മുമ്പിൽ പാലും തേനും ഒഴുകുന്നത് കാണാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ മുമ്പിൽ പാലും തേനും ഒഴുകുന്നത് ഇറ്റ് വാസ് നോട്ട് മെറ്റീരിയലൈസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. എന്നാൽ ദേ ആർ ഡിക്ലെയറിംഗ് ഇറ്റ് ബൈ ഫെയ്ത്ത്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടൊന്ന് പറ, വിശ്വാസത്തോടൊന്ന് പ്രഖ്യാപിക്ക്, വിശ്വാസത്തോട് പറ, ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്ക് ചെയ്യാൻ കഴിയും, എൻ്റെ ദൈവത്താൽ ഞാൻ ചെയ്യും. ദാവീദും അത് തന്നെയാണ് പറഞ്ഞത്, സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടുന്ന നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഒരു നിമിഷം നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്, ദൈവത്തിന് മഹത്വം കരേറ്റിയാട്ട്, ഐ ക്യാൻ ഡു ഇറ്റ്. ഡിക്ലെയർ അപ്പോൺ യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുക. എത്ര പേർക്ക് ഇന്ന് ഈ പകൽക്കാലം ദൈവവചനത്തിന് മുമ്പാകെ നിങ്ങളെ തന്നെ സമർപ്പിക്കാനായിട്ട് കഴിയും? എത്ര പേർക്ക് നിങ്ങളെ തന്നെ ദൈവവചനത്തിന് മുമ്പാകെ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്താൻ കഴിയും? യെസ്, ഇറ്റ് വി ക്യാൻ ഡു ഇറ്റ്. അതെനിക്ക് ചെയ്യാൻ കഴിയും. യോശുവയും കാലേബും പറഞ്ഞത്, യെസ്, ദ ഫാക്ട്സ് ആർ കറക്റ്റ്, ഫാക്ട്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കാം, എന്നാൽ നമുക്കതിനെ ജയിക്കാൻ കഴിയും. പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുചെന്ന് നമുക്കത് തരും. He will give you. Praise the Lord. ഒറ്റ കാര്യൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. 14-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ട് എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്ത് ഞാൻ അവനെ എത്തിക്കും, അവൻ്റെ സന്തതി അത് കൈവശമാക്കും. അവിടെ ഒരു കാര്യം പറഞ്ഞത് ശ്രദ്ധിച്ചോ? എൻ്റെ ദാസനായ കാലേബ് വേറൊരു സ്വഭാവമുണ്ട്. ഹീ പൊസസ് എ ഡിഫറെൻറ്റ് സ്പിരിറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ വായിക്കുന്നത്. വി ഷുഡ് പൊസസ് എ ഡിഫറെൻറ്റ് സ്പിരിറ്റ്. ദാറ്റ് ഈസ് ദ ഓൺലി തിങ് ദാറ്റ് വി ക്യാൻ ബ്രേക്ക് ദി ഇല്ലിജിറ്റിമേറ്റ്
ഹോൾഡിംഗ് പാറ്റേൺസ്, നമുക്ക് നേരെ ഉയർന്നു വന്ന ചില നിയമാനുസൃതമല്ലാത്ത കാത്തിരിപ്പുകളെ എറിയാൻ, പൊട്ടിക്കാൻ കഴിയണമെങ്കിൽ we need to possess a different spirit. കാലേബിനെ പോലെ വ്യത്യസ്തമായൊരു ആത്മാവിനെ നമുക്കൊന്ന് പ്രാപിക്കാൻ കഴിയണം. ഇന്ന് ഈ പകൽക്കാലം ചിലരോടെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ഇൻഡിവിജ്വലായിട്ട് തന്നെ സംസാരിക്കുകയാണെന്ന് ദൈവാത്മാവ് എന്നെ ഹേമിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് വളരെ സ്പെസിഫിക് ആയിട്ട് ചിലരോട് സംസാരിക്കുകയാണ്. യു ക്യാൻ ബ്രേക്ക് യുവർ ഇല്ലെജിറ്റിമേറ്റ് ഹോൾഡിംഗ് പാറ്റേൺസ് by dare to be different, by exercising your faith and possessing a different spirit. Praise the Lord. നമ്മുടെ മുൻപിൽ വ്യത്യസ്തമായി നിൽക്കാൻ, സാഹചര്യങ്ങൾക്ക് എതിരെ നിൽക്കാൻ, പ്രൈസ് വിശ്വാസത്തെ പ്രഖ്യാപിക്കുവാൻ, അപ്പോൾ തന്നെ ഒരു വ്യത്യസ്ത ആത്മാവിൻ്റെ ഉടമയായി തീരാനായി. എത്ര പേർക്ക് തങ്ങളെ തന്നെ ഈ വചനത്തിനു മുമ്പാകെ സമർപ്പിക്കാൻ കഴിയും? ഐ ആം ജസ്റ്റ് ട്രൈങ് ടു വൈൻഡ് അപ്പ് the sermon message here. അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യം, there are two kinds of holding patterns. One is the legitimate holding patterns, that is quite good because it is for our preparation, നമ്മുടെ ഒരുക്കത്തിന് വേണ്ടിയാണ്. It is for showing God's grace and mercy. It is to just show the perfect timing. ദൈവത്തിൻ്റെ സമയം നമ്മളോട് അറിയിക്കാൻ വേണ്ടിയാണ്. It is to teach us, എന്നെ ചിലത് പഠിപ്പിക്കാനാണ്. എന്നാൽ ഇന്ന് ഈ പകൽക്കാലം അത് ഓർക്കുമ്പോൾ തന്നെ ഓർക്കണം, there are some other kind of holding patterns. ചില മറ്റു നിലയിലുള്ള കാത്തിരിപ്പുണ്ട്. അത് ദൈവത്തിൻ്റെ ഹിതത്താൽ ഉളവാകുന്നതല്ല. ദൈവത്തോട് പ്രതിരോധിക്കുമ്പോൾ, ദൈവിക പദ്ധതിയോട് മറുത്തു നിൽക്കുമ്പോൾ നമ്മളുടെ മേൽ ഉയർന്നു വരുന്ന ചില കാത്തിരിപ്പുകളുണ്ട്. എന്നാൽ ഒരു യോശുവയും കാലേബിനെ പോലെ നിന്നാൽ we can break that holding patterns. യഹൂദന്മാർ അവരുടെ പഴയ they forgot their past, they forgot, they lost their initiatives, they were very fearful to claim their promise that God has given to them. എന്നാൽ ഇന്ന് പകൽക്കാലം അതിനെ പൊട്ടിക്കാൻ, അതിനെ പൊട്ടിച്ചെറിയാൻ ഒരു യോശുവയും കാലേബും കാണിച്ച മാതൃക നമുക്ക് കാഴ്ചവെക്കുവാനായിട്ടിടയായി തീരട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോട്